താത്ത ഏതായാലും വന്നതുകൊണ്ട് ഒരു 3-4 ദിവസം ഇവിടെ ഒന്ന് കാണുമല്ലോ അല്ലേ? ഞാൻ ആലോചിക്കുന്നു 2 ദിവസം പെരയില് ഇപ്പാൻ്റെ ഇമ്മാൻ്റെ അടുത്ത് പോയി നിൽക്കേനിന്ന്. കുഞ്ഞോളേതായാലും ഇന്നും നാളൊന്നും പോകണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ താത്തൊന്നും ഉണ്ടാത്തേ? ഒന്നുമില്ല, ഞാൻ എൻ്റെ അവസ്ഥേനെ കുറിച്ച് ഓർത്തതാ. അതിനെന്താ സിനോ, ഇജ്ജ് പോയിട്ട് 2 ദിവസം 4 ദിവസോ എത്ര വെച്ചാ പോയി പാർത്തോ? ഇവിടെ ഇപ്പോൾ ഓല് രണ്ടാളും മതിയല്ലോ. ഞാൻ പോയാ വരുന്ന വരെ വല്ല സ്വൈരം ഉണ്ടാക്കും തോന്നുന്നുണ്ടോ താത്താക്ക്? താത്ത വന്നത് ഏതായാലും നന്നായി. താത്ത ഉണ്ടാകുമ്പോൾ കുറച്ചെന്തെങ്കിലും സഹായത്തിന് ഉണ്ടാകുമല്ലോ. എന്നാലും വരുമ്പത്തിന് എനിക്കുള്ളത് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഞാനും കുറേ അനുഭവിച്ചു തന്നെയാണ് സിനു അവിടുന്ന് പോയിക്കണത്. പിന്നെ സ്വന്തം മകൻ തന്നെ നേരിൽ കണ്ടതുകൊണ്ടല്ലേ ബോധ്യമായിക്കണത്. അതുപോലൊരു കാഴ്ച അനക്കും വരും. ഇമ്മാനെ ഇപ്പാനെ നോക്കണതൊക്കെ നാട്ടു നടപ്പാണ്. അത് കരുതിയിട്ട് ഓള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ സിനു. ഓളെ ഇട്ടുകൊടുത്തതൊക്കെ തിരുമ്പാനുള്ളതൊക്കെ ഓക്കായിട്ടില്ലേ? ഇജ് എന്തിനാ ഇപ്പൊ തന്നെ അതൊക്കെ കാട്ടിക്കൊടുക്കണത്? അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്നിക്കണത്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഇജൊരു കാര്യം ചേച്ചി, ഒന്നും കണ്ടില്ല കേട്ടില്ല വെച്ചിട്ട് എൻ്റെ കാര്യം നോക്കാൻ നോക്ക്. ഇമ്മാനെ നോക്കിക്കോ. ഇമ്മാക്കല്ലെങ്കിലും ഓള് വരുമ്പോഴാണ് ഇമ്മാൻ്റെ സ്വഭാവത്തിൽ നല്ലോണം മാറ്റം വരുന്നത്. അതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകലില്ല. ഓള് വന്നാൽ പിന്നെ ഓള് തിന്നോ കുടിച്ചോ കടന്നോ അങ്ങനെയുള്ള വർത്താനൊക്കെയാണ്. ഓള് നീച്ചു വരുന്ന സമയം കണ്ടല്ലേ നിങ്ങള്? 10 മണിക്ക് നീച്ച് വന്നാൽ ഓള് തിന്നണ് കുടിച്ചിന് കടന്നുറങ്ങണ്. ഇട്ടുകൊടുത്തും കൂടി ഓള് തിരുമ്പാൻ നിൽക്കലില്ല. ഇപ്പൊ 2 ദിവസമായിട്ടാണ് ഞാൻ ഓളോട് ആ പണിയൊക്കെ എടുപ്പിക്കാൻ തുടങ്ങിയിരിക്കണത്. അതിനാണ് ഓക്ക് എന്നെ കണ്ടുകൂടാത്തത്, എന്നോട് ഇത്ര ദേഷ്യം. ഇനിയിപ്പൊ ഞാന് പെരെ പോണ വർത്താനം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിലേ കണക്കാകും. പോരാത്തതിന് ഓൾക്ക് ഇവിടെ വന്നാല് ഇഷ്ടം പോലെ ചെലവാണ്. ഒരു ദിവസം ഉണ്ടാക്കിയ ഇറച്ചി മീനൊന്നും നമുക്ക് പിറ്റേന്ന് പറ്റൂല. പുറത്തേക്ക് പോകണം, അവിടുന്ന് തിന്നണം, അങ്ങനെയൊക്കെയാണ്. അതൊന്നും ഞാൻ കാക്കാനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല. എല്ലാം കൂടി അറിയുമ്പോൾ എന്താകുന്നൊരു പിടിയില്ല. പിന്നെ ഓള് പറയണതിലപ്പുറം ഇമ്മാക്കും ഇല്ല. ഓള് പറയുന്നത് എന്താ വെച്ചാൽ ആക്കി കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഇമ്മാൻ്റെ ഓർഡർ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഓള് ഇവിടെ വന്നാൽ പോകാത്തതിൻ്റെ സൂത്രം. ഞാനെന്തും ഇവിടുത്തെ വിളിച്ച് പറഞ്ഞു കൊടുക്കൂലെന്ന് ഓക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലെങ്കിലൊക്കെ തന്നാലെ അടങ്ങോള്. മുണ്ടിയും പറഞ്ഞു കുത്തിർന്ന് നേരെ അങ്ങോട്ട് പോയി. നല്ല കഥ അല്ല. ഇൻ്റെ ആളോട് എത്തിയപ്പോ ഉമ്മ പറഞ്ഞിട്ട് പോയിക്കണത്. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വെയിൽ ചൂടാകുമ്പോത്തിന് കുളി ഞാനട് കഴിച്ചോണ്ടിന്ന്. പെണ്ണ് കാട്ടണത്. ഇങ്ങോട്ട് പോന്ന വേഗം ഔത്തിക്ക്. അതൊക്കെ അവിടെ നിക്കട്ടെ. എവിടേക്കെങ്കിലും പോയാ അവിടെ അങ്ങോട്ട് കൂടുക. അല്ല, നിങ്ങൾ ഇവിടെ നടക്കണ വല്ലതും അറിയണുണ്ടാ? രണ്ടും കൂടിയായി എപ്പ തുടങ്ങിക്കണ വട്ടമേശ സമ്മേളനം. കാര്യായിട്ട് നല്ലൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിനെന്നെയാണ് മറ്റോളെ എഴുന്നള്ളിപ്പ്. ഇങ്ങോട്ട് വന്നാ നിങ്ങള്. ഇമ്മ അപ്പത്തിന് എവിടുക്കാ പോയത്? ഇമ്മക്കും കുഞ്ഞോക്കും സുഖല്ലേ? അതിനിപ്പോ ഇജ് വന്നിട്ട് ഇപ്പൊ എന്റെയും കുഞ്ഞോളെയും സുഖവിവരം അന്വേഷിക്കാനാണോ? അതെന്തിമ്മ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം? ഞാൻ വിളിക്കലും വരവൊക്കെ അല്ലേ. ഇതാദ്യായിട്ടൊന്നല്ലല്ലോ. ഒക്കെ ഉണ്ട്. എന്നാ ഇതാദ്യായിട്ടാണ് ഇളച്ചിയായിട്ടുള്ളേ ഈ അടക്കം പറിച്ചില്. അത് പോട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നില്ലജ്. എൻ്റെ മകനേ ഓനിപ്പ പെരയും മാണ്ട, പെരയത്തെ ഇമ്മാനെയും മാണ്ട, പെങ്ങളെയും മാണ്ട, ആരെയും മാണ്ടാതേക്കണ്. ഓനെ പെറ്റ് വളർന്ന പെരേത്. ആദ്യത്തെ കുട്ടി ആയതുകൊണ്ട് തന്നെ ഓന് കുറച്ച് കൊഞ്ചലും ലാളനെയും കിട്ടിക്കണേ. ഒരു ഇമ്മക്കുട്ടി തന്നെയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഓന്റെ മാറ്റം കണ്ടില്ലേ? അതെങ്ങനെ? മാറ്റിയെടുക്കാൻ ആളുണ്ടല്ലോ. ഞാനല്ലെങ്കിലും അത് പറയാൻ നിൽക്കുന്നു.
ഞാൻ വന്നിട്ടേ 1.5 ആഴ്ച ഇവിടെ ആകാനായി. ഞാൻ വന്നത് അറിയാഞ്ഞിട്ടൊന്നല്ലല്ലോ. ഒരു ദിവസമെങ്കിലും ഒന്ന് വന്ന് കാണട്ടെ എന്ന് തോന്നിയില്ലല്ലോ. ഇതാണ് പെങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ കുഞ്ഞോളെ, ഇജ് വന്നിട്ടേ 1.5 ആഴ്ച ആയിട്ടുണ്ടെങ്കിൽ അണക്കെടുക്കുന്ന എന്റെ ആങ്ങളനെ കാണാന് അവിടേക്കും വന്നൂടെ? എന്റെ സ്വന്തം ആങ്ങളല്ലേ. അത് പിന്നെ മാസങ്ങൾ കൂടുമ്പോഴാ 1-2 ആഴ്ച ഒരു ലീവ് കിട്ടണത്. അപ്പൊ പിന്നെ ഇമ്മാനപ്പൊ സന്തോഷത്തിലൊന്ന് കൂടി പാർക്കാന്ന് കരുതും. അതിന്റെ ഇടയ്ക്ക് അങ്ങനെ അവിടേക്ക് വരാൻ സമയം. ഇമ്മ നല്ല വിശപ്പുണ്ട്, എന്താ തിന്നാളത്? സിനിയ, ഇജ്ജ് എവിടുക്കാ പോയിക്കണേ? കുഞ്ഞോക്കേ പൈച്ചിട്ടുണ്ടോലോ, എത്ത ഉണ്ടാക്കിക്കണത്? ഇമ്മയാണ്. അത് എന്താ അറിയില്ല, താത്ത വന്നിക്കണ്. താത്ത കുറച്ചേരായിക്കണ്. താത്ത വെറുതെ വന്നതാ. അല്ല, എന്തായി? പറഞ്ഞ കാര്യം എന്തായി? നാട്ടിക്ക് വരുമൊന്നും ഇപ്പൊ നടക്കുക തോന്നില്ല മോളെ. ഇവിടെ ആകെ യുദ്ധവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ദിവസമാണ്. ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം നാട്ടിൽ വരുന്ന കാര്യം ഇപ്പൊ നാട്ടിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് ക്ഷമിക്ക്, ഉടൻ വരും. കുഞ്ഞോളെ വർത്താനം എന്താ? കുഞ്ഞോക്ക് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞോള് പഴയ പോലെ തന്നെയാണ് അപ്പൊ ഒത്തുപോളേ? ആ, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അതേമാതിരി നിന്നാ മതി കേട്ടോ. ഇമ്മാക്ക് കുഴപ്പമൊന്നുമില്ലേക്കാ. ഡോക്ടറെ കാണിച്ചിരുന്നോ? കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്ത് പോയില്ലേ? ആ, പോയി. എന്താ പറഞ്ഞ ഡോക്ടർ? ഇമ്മാക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത മാസം പോയാ മതി. പിന്നെ ഞാൻ അതും കൂടി ചോദിച്ചാൻ വേണ്ടിട്ടാണിക്കാ. എന്നാ ഞാന് ഒരു 4 ദിവസം പേരിൽ പോയി നിക്കട്ടെ. ആദ്യം താത്ത ഇവിടെ നിക്കാൻ നോക്ക്. കുഞ്ഞോളെ ഇമ്മാനെ ഒറ്റക്കാക്കിട്ട് കുഞ്ഞോളത്തെ ഇമ്മാനൊക്കെ പോകാൻ പറ്റില്ല. കുഞ്ഞോളെ കൂടി ഇമ്മ നോക്കേണ്ടി വരും. പിന്നെ അപ്പൊ ഈ ഒരു പണി താത്താനോട് ചോദിച്ചു നോക്ക്. താത്ത 4 ദിവസം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പോയിക്കോ കേട്ടോ. എന്നാ ശരിക്കാ. ഞാൻ ഡ്യൂട്ടി അയച്ച റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രൈവ് ചെയ്യാണ്. ഞാൻ വിളിക്കട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, എന്നാ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല സിനോ, അന്നല്ലേ ഞാനീ വിളിച്ചാർക്കണത്. ഇജ്ജ് എവിടെ പോയി കിടക്കേനി? എത്താൻ അടച്ചൂട്ടി പണി? ആ പെണ്ണാക്കണ പള്ളയെ പയച്ചണെന്ന് പറഞ്ഞ് തരങ്ങും വിലങ്ങും നടക്കണേ. അല്ല, എത്ത ജി ഉണ്ടാക്കി വെച്ചിക്കണത്? ആ വെണ്ടയ്ക്കും തക്കാളി കൊത്തി മുറിച്ച് വെച്ചിക്കണതാ അതാ പെണ്ണ് കൂട്ടുക? അതിനെത്തമ്മ കുഴപ്പം? കുഞ്ഞോളല്ലേ ഇന്നലെ സാമ്പാറിന്റെ വർത്താനം പറഞ്ഞിരുന്നത്? സാമ്പാറും ഉപ്പേരിയും പപ്പടം ഒക്കെ ഉണ്ട്, എടുത്ത് തിന്നൂടേനിയോ? എനിക്കൊന്നും വേണ്ട. ഇന്റെ ആങ്ങൾ അവിടെ കിടന്ന് അധ്വാനിക്കണ്ടേ എനിക്കും കൂടി വേണ്ടിട്ടാണ്. ഇന്നലെ വിളിച്ചപ്പോഴും കൂടി പറഞ്ഞിക്കണേ എന്നോട് ഇവിടെ എത്ര വേണമെങ്കിലും നിക്കാന്. എന്നിട്ട് ഇജ്ജ് ഓരോന്ന് ഉണ്ടാക്കി വെച്ചാൽ ഇഞ്ഞ തീറ്റിക്ക. ഈ കിട്ടുന്ന കായൊക്കെ ഇജ്ജ് എന്താ കാട്ടണത്? അനക്ക് ഒറ്റക്ക് സൂക്ഷിച്ചാനുള്ളതാ? അങ്ങനെ ചോദിച്ചൂടോളോട്. റബ്ബേ, ഇഞ്ച കുട്ടിപ്പ ഇന്നും പട്ടിണി ആകുമല്ലോ. അത് ശരി, അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കലില്ലേ?
അൻ്റെ നാത്തും പോരെടുക്കലേ ഞാൻ പാകാക്കി തരാടി.